റഹ്മാനൊക്കെ ഒരുമിച്ചാണ് സിനിമ വരുന്നത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ? തീർച്ചയായിട്ടും തുടക്കം മുതലേ റഹ്മാൻകാരുടെ പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. റഹ്മാൻകാരുടെ പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നെസ്ലിനും ലുക്മാനും ബോക്സിംഗ് പഠിക്കുന്നതായിട്ടുള്ള വീഡിയോസ് വൈറലാ വേണ്ടായിരുന്നു. ആണോ? വീഡിയോസ് അല്ല, ഒരു ഫോട്ടോ അതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നെസ്ലി ഇപ്പോൾ ഒരു കോമഡി റോളുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എക്സ്പ്ലോർ ചെയ്യാത്തൊരു സിനിമയാണല്ലോ, ഫൈറ്റ് കാര്യങ്ങൾ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിലോട്ട് ഇറങ്ങണം കുറച്ച്. ഞാനും എക്സൈറ്റഡ് ആണ്. കൂടുതലും ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അല്ലല്ല, ഇതിനു മുമ്പും എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. സമീപാണെങ്കിൽ ഫ്രാങ്കോ ഉണ്ട്. അപ്പോൾ തണ്ണീർമത്തെല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഇവരെല്ലാവരും നേരത്തെ അറിയുന്നതാണ്. വർക്ക് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷം. ഇപ്പോൾ ഫ്രാങ്കോനായിട്ട് കുറേ നാൾക്ക് ശേഷമാണ്. പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ്. പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ലുക്കുനെ അറിയാം. ഇതെല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അവർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകളും ഓരോ ജോണർ പലത് എക്സ്പ്ലോർ ചെയ്യുന്ന ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ സിനിമയിലേക്ക് ഒരു ഓഫർ വരിക, അത് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി അതിലേക്ക് ഇന്നവൻ അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. നെസ്ലിൻ്റെ ഈ റോൾ എത്രത്തോളം ചാലഞ്ച് ചെയ്യണം? കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയിൽ പോലെയല്ലേ, ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞല്ലേ? ഇതൊരു ബോക്സിംഗ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് പ്രാക്ടീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫണ്ണായിരുന്നു? ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിന് മുമ്പേ തന്നെ ഒരു കുറച്ച് നാൾ മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഈ സിനിമ കഴിയുമ്പോൾ ആക്ഷൻ ഹീറോ ആയിട്ട് മാറുമോ നെസ്ലി? എനിക്കറിയില്ല. പ്രൈമറി 2 ഷൂട്ടിംഗ് പ്രൈമറി 2 എന്തായാലും 2025 ആവും എന്തായാലും. പുതിയ കാസ്റ്റ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവോ പ്രൈമറി 2? അതൊന്നും എനിക്കറിയില്ല. അതെല്ലാം ഗിരീഷ് ചേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും. അടിപൊളി. എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതിൽ. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. താങ്ക് യു.